കേരളം തുടർച്ചയായ ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർഭരണം നടന്ന ശേഷം ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും ബി.ഡി. സതീശനെ പോലെ വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യന് അദ്ദേഹത്തിന് ഉറപ്പായും ഇത് ഒരു സർക്കാർ വിരുദ്ധ വികാരം, ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ വർക്ക് ചെയ്യുമെന്നറിയാം. കാരണം കേരളത്തിന്റെ ചരിത്രം നോക്കിയ ഓരോ ഘട്ടം കഴിയുമ്പോഴും മുന്നണികൾ മാറി മാറി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ് നമുക്കുള്ളത്. അവിടെ സർക്കാർ വിരുദ്ധ വികാരം സ്വാഭാവികമായും ബി.ഡി. സതീശൻ മനസ്സിലാക്കുന്നുണ്ടാകണം. പിന്നെ ഈ പറഞ്ഞതുപോലെ ബി.ഡി. സതീശൻ ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ, അതായത് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ ശരിയായിട്ടുണ്ടെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ UDFന്റെ പ്രകടനം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ ശരിയായി എന്നത് വി.ഡി. സതീശന് ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ടാകണം. പക്ഷേ എനിക്ക് അപ്പോഴും SKN താങ്കൾ പറഞ്ഞതുപോലെ വി.ഡി. സതീശനെ പോലെ ഒരു പൊളിറ്റീഷ്യൻ ഈ ഘട്ടത്തിൽ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ ഒരു പ്രവചനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. 100 സീറ്റ് എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് UDF ജയിക്കും എന്ന് സാമാന്യത്തിൽ അദ്ദേഹത്തിന് കരുതാമെങ്കിലും 100 സീറ്റ് എന്നൊരു മാർക്ക് അദ്ദേഹം വെച്ചത് വളരെ അപകടകരമായ ഒരു മാർക്കായി പോയി എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതേസമയം തന്നെ ഒരു ഓവർ എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ ഉള്ള ഒരു അമിതമായ മതിപ്പൊക്കെ ആയിരിക്കണം ഈ തരത്തിൽ. പക്ഷെ ഞാൻ ഈ താങ്കൾ നടത്തിയ അഭിമുഖത്തിൽ ശ്രദ്ധിച്ച 1-2 കാര്യങ്ങൾ, വി.ഡി. സതീശൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ക്യാപ്റ്റൻസി റോളിലേക്ക് വരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ആ അഭിമുഖം കണ്ടപ്പോൾ തോന്നി. ഇപ്പൊ താങ്കൾ തന്നെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ക്യാപ്റ്റൻ UDF ആരാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു UDF കൂട്ടായ നേതൃത്വമാണ് എന്ന് പറഞ്ഞു. അധികം ക്യാപ്റ്റന്മാരുണ്ട്. ക്യാപ്റ്റന്മാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് മുഖ്യമന്ത്രി ആകാൻ യോഗ്യതയുള്ള ആളുകൾ ആരൊക്കെ എന്ന തരത്തിലാണല്ലോ ഇപ്പോൾ അത് നിർവചിക്കപ്പെടുന്നത്. പക്ഷേ വി.ഡി. സതീശൻ പറയുന്നത് ഇത് തോറ്റു കഴിഞ്ഞാൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മറുഭാഗം ഇത് ജയിച്ചു കഴിഞ്ഞാൽ അത് കൂട്ടുത്തരവാദിത്തം എന്ന് ഭംഗ്യന്തരേണ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരുപക്ഷെ ഇതിന്റെ ക്യാപ്റ്റൻസിയിൽ ഞാൻ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അഭിമുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷേ അതേസമയം ഞാൻ പറയും 100 എന്ന ഒരു മാർക്ക് അദ്ദേഹം വെച്ചത് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എന്നാണ് ഞാൻ. അതെ, പക്ഷെ അദ്ദേഹം UDF അധികാരത്തിൽ വരുമെന്ന് കരുതുന്നുണ്ടാകണം. ഒറ്റ കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വിജയം നേടുമെന്ന് ആരും പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല, കോൺഗ്രസ്സുകാർ പോലും പറഞ്ഞിട്ടില്ല. നമ്മൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ആൾക്കാരെ വിളിക്കുമല്ലോ, അവർ പോലും ഈ വിജയം പ്രതീക്ഷിച്ചതല്ല. അതിന് പ്രചരണത്തിന് അത്രയും നാളുകൾക്ക് മുമ്പ് ആ പ്രഡിക്ഷൻ കൃത്യമായി നടത്തണമെങ്കിൽ അദ്ദേഹത്തിന് എന്തൊരു മാജിക് ഉണ്ട്. അല്ല, അദ്ദേഹത്തിന് ഗ്രൗണ്ട് റിയാലിറ്റി കുറച്ചൊക്കെ അറിയാം എന്നുള്ളത് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.